ഒരു കാര്യം ദൈവവചനത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ശമ്പളത്തിനായി ദൈവത്തിന്റെ വേല ചെയ്യുന്നവർ നാളെ പിശാചിനെ നിശ്ചയമായി സേവിക്കും. ഇതിനേക്കാൾ ഉയർന്ന ഒരു ശമ്പളം അവർക്ക് കിട്ടിയാൽ. That may God guide you, help you, and may God show you where you should go and worship. ആകയാൽ നീ എവിടെ പോകണം, എവിടെ ദൈവത്തെ ആരാധിക്കണം, ഏത് കൂട്ടായ്മയിൽ ചേരണമെന്നത് ദൈവം നിനക്ക് കാണിച്ചു തരുമാറാകട്ടെ. Tonight, open your heart to Him. രാത്രിയിൽ നീ യേശുവിനായി നിന്റെ ഹൃദയം തുറക്കാം. കത്തുള്ള ബന്ധനങ്ങൾ അവ ഒരു കാലത്തും അവനെ വിട്ട് അഴിഞ്ഞു മാറുകയില്ലല്ലോ എന്നുള്ള ഭാവികാല ചിന്ത അധിക ദണ്ഡനം കൊണ്ടുവരും. In future also, no hope, no comfort, and no blessing. ഭാവിയിൽ ഒരു കാലത്തും യാതൊരു ആശ്വാസത്തിലും യാതൊരു അനുഗ്രഹത്തിലും എല്ലുപോലും ആശയ്ക്ക് വക കാണുന്നില്ല. No break from the suffering even after 10 million ages. 10 ദശലക്ഷം യുഗങ്ങൾ കടന്നാലും അവിടെ അനുഭവിക്കുന്ന ദണ്ഡനങ്ങൾക്ക്, വേദനകൾക്ക് യാതൊരു അറുതിയും ഇമപ്പൊഴുതിലേക്ക് പോലുമില്ല. These sufferings are going to increase. ഈ കഷ്ടതകൾ അധികമധികം വർദ്ധിക്കുകയുള്ളൂ. These demons tormenting is going to increase. ഈ പിശാചുക്കളുടെ ദണ്ഡനമെന്നതും വർദ്ധിച്ചു പെരുകുകയേ ഉള്ളൂ. There will be no end of suffering. കഷ്ടതകൾക്ക് യാതൊരു അറുതിയും ഉണ്ടാവില്ല. That thought itself will be tormenting. ആ ചിന്ത തന്നെ അധികം ദണ്ഡനം കൊണ്ടുവരുന്നതാകും. Precious friend, you know you have a very precious soul. വിലപ്പെട്ടവനായ സ്നേഹിത, നിനക്ക് വളരെ വിലയേറിയ ഒരു പ്രാണൻ, ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടെന്ന് നിനക്കറിയാമല്ലോ. I am speaking to all the people, whether Pentecostal people or outside Pentecost or nominal Christians or sinners of any background. പെന്തക്കോസ്തുകാരാകട്ടെ, പെന്തക്കോസ്തുകാർ അല്ലാത്തവരാകട്ടെ, നാമധേയ ക്രൈസ്തവരാകട്ടെ, ഏത് മതവിഭാഗങ്ങളിലും പെട്ടവരാകട്ടെ, ഏത് വിശ്വാസത്തിൽ നിലകൊള്ളുന്നവരുമാകട്ടെ, എല്ലാവരോടുമായി ഞാൻ പൊതുവിൽ പറയുകയാണ്. Once you close your eyes, then your destiny is determined and sealed. ഒരിക്കൽ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കപ്പെടും. അന്ന് നിങ്ങൾ എത്തിച്ചേരേണ്ടുന്ന സ്ഥലം നിശ്ചയിക്കപ്പെട്ട, ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. And it will be too late to get repentance or turn to God. ദൈവത്തിങ്കലേക്ക് തിരിവാനും മനസ്സാന്തരപ്പെടുവാനുമുള്ള സമയം നിന്റെ ജീവിതത്തിൽ വളരെ വൈകിപ്പോയിരിക്കും. In the 16th chapter of Luke, we find some frightening facts about hellfire. നരകാഗ്നിയെ സംബന്ധിച്ച ചില ഭീതിപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ ലൂക്കോസ് 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. As soon as the rich man entered in hell, the first part of his body appeared to have been tormented was his tongue. യാതനാസ്ഥലത്തേക്ക് ചെന്ന് വീണതായ ആ ധനവാൻ, അവന്റെ ശരീരം ദണ്ഡിപ്പിക്കപ്പെടുവാൻ തുടങ്ങിയപ്പോൾ ദണ്ഡിപ്പിക്കപ്പെട്ട ആദ്യ ഭാഗം എന്നത് അവന്റെ നാവായിരുന്നു. In the 24th verse we read, he cried and said, Father Abraham, have mercy on me and send Lazarus that he may dip the tip of his finger in water and cool my tongue, for I am tormented in this flame. ധനവാന്റെ നിലവിളി 24-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന വേദന അനുഭവിക്കുന്നു. Although the whole body was tormented, particularly mentioned that as soon as he landed in hell, he speaks about the torment in tongue. ഒരുപക്ഷെ അവന്റെ ശരീരം മുഴുവനും ദണ്ഡിപ്പിക്കപ്പെടുന്നുണ്ടാവാം. എങ്കിലും ആ യാതനാസ്ഥലത്തേക്ക് ചെന്ന് പെട്ടയുടനെ പെട്ടെന്ന് അവൻ നിലവിളിക്കുന്നത് അവന്റെ നാവിന്റെ ദണ്ഡനത്തെ കുറിച്ചാണ്. Cool my tongue. എന്റെ നാവിനെ തണുപ്പിക്കണമേ. Perhaps he had a very hot tongue. ഒരുപക്ഷെ തനിക്ക് വളരെ ചൂടുള്ള നാവുള്ളവനായിരുന്നേക്കാം. He might have been a mighty angry man. താൻ വളരെ ക്ഷിപ്രകോപിയായ ഒരു മനുഷ്യനായിരുന്നേക്കാം. Cool my tongue. എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണേ. Word of God says the tongue is a fire, a world of iniquity. ദൈവത്തിന്റെ വചനം പറയുന്നു, നാവെന്നത് ഒരു തീയാകുന്നു, അത് അനീതി
ലോകമായി ജ്വലിക്കണം. Why it is written, James chapter 3 verse 6, why it is written, the tongue is a fire, not full of iniquity, but world of iniquity. Why? എന്തുകൊണ്ട് യാക്കോബ് 3:6 നാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, നാവും ഒരു തീ, അത് അനീതി ലോകമായി എന്ന് പറയുമ്പോൾ അനീതി വചനമായെന്നോ വാക്യമായെന്നോ പറയാതെ അനീതി ലോകമായി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? Instead of saying full of iniquity, world of iniquity. അനീതി നിറഞ്ഞതെന്ന് പറയുന്നതിന് പകരം അനീതി ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? Your tongue creates your heaven and hell. നിന്റെ നാവ് തന്നെ നിനക്ക് സ്വർഗമോ നരകമോ സൃഷ്ടിക്കുന്നു. If your marriage is hell, it's because your tongue is hell. നിന്റെ ദാമ്പത്യ ജീവിതം നരകമായി തോന്നുന്നെങ്കിൽ നിന്റെ നാവ് നരകമായതുകൊണ്ടാണത്. If your family is hell, your tongue is hell. നിന്റെ കുടുംബം നരകമാണെങ്കിൽ നിന്റെ നാവ് നരകമായതുകൊണ്ടാണ്. Remember how many times your tongue set fire to others. ഓർത്തു നോക്കുക, എത്രയെത്ര സന്ദർഭങ്ങളിൽ നിന്റെ നാവ് മറ്റുള്ളവർക്ക് ചുടുപിടിപ്പിക്കുന്നതായി തീ കത്തിക്കുന്നതായിരുന്നു. 1 Peter chapter 3 verse 10 very clearly says, if your tongue is evil, your future is going to be evil. പത്രോസിന്റെ 1-ാം ലേഖനം 3:10 വളരെ വ്യക്തമായി പറയുന്നു, നിന്റെ നാവ് ദോഷം നിറഞ്ഞതാണെങ്കിൽ നിന്റെ ഭാവി ജീവിതം തികച്ചും ദോഷപൂരിതമായിരിക്കും. If you often speak evil of others, please remember, you can expect a grim future for you. നീ എല്ലായ്പ്പോഴും നിന്റെ നാവിനാൽ മറ്റുള്ളവർക്ക് വിരോധമായി ദോഷം പറയുന്നവനാണെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്റെ ഭാവി കാലം ദോഷം നിബിഡമായിരിക്കും. He says, rich man says, send Lazarus that he may, in the tip of his finger, he may dip and cool my tongue. ധനവാൻ നിലവിളിക്കുകയാണ്, ലാസറിനെ ഒന്ന് അയക്കണമേ, അവന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കുവാൻ. Abraham says, impossible. അബ്രഹാം പ്രതിവചിക്കുന്നു, അത് സാധ്യമല്ല. This also shows that even if you pray to the greatest saint, or for the dead people you pray for the greatest saint, it is in vain. ഇതൊരു കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വിശുദ്ധനോട് അല്ലെങ്കിൽ മരിച്ചുപോയ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വിശുദ്ധനോട് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന അവിടെ അംഗീകരിക്കപ്പെടുകയില്ല. In the Old Testament, one of the greatest saints was Abraham. പഴയ നിയമകാലത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ വിശുദ്ധന്മാരിൽ ഒരുവനായിരുന്നു അബ്രഹാം. Here, the prayer was offered to one of the greatest saints, to Abraham, but Saint Abraham did not answer the prayer. ഇവിടെ ഏറ്റവും ശ്രേഷ്ഠ വിശുദ്ധന്മാരിൽ ഒരുവനായിരുന്ന അബ്രഹാമിനോടാണ് ധനവാൻ പ്രാർത്ഥിച്ചത്. എന്നാൽ അബ്രഹാം ശ്രീഹ ആ പ്രാർത്ഥന കൈക്കൊണ്ടില്ല. You may be going to some places and church and praying to some greatest saints. From the word of God, I tell you, you're wasting your time and praying even to the greatest saints. നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി ചില പുണ്യ സ്ഥലങ്ങളിൽ, പുണ്യ ദേവാലയങ്ങളിൽ ഉയർന്ന സ്ഥാനങ്ങൾ തേടി പോകാറുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വിശുദ്ധനോടായിരുന്നാൽ പോലും അത് ഇവിടെ അംഗീകരിക്കപ്പെടുകയില്ല. Jesus, with the 12 disciples and Mother Mary, all might have been around. In that time, Jesus told, come unto me, not to Mary or to Saint Peter or Saint Andrew. 12 ശിഷ്യന്മാരോടൊത്ത് അതോടൊപ്പം അമ്മയായ മറിയയും മറ്റു പലരോടും ചേർന്ന് നിന്നപ്പോൾ യേശു പറഞ്ഞത്, നിങ്ങൾ മറിയയുടെ അടുക്കലേക്ക് ചെല്ലുവീനെന്നോ, അന്ത്രയോസിന്റെ അടുക്കലേക്ക് ചെല്ലുവീനെന്നോ, പത്രോസിന്റെ അടുക്കലേക്ക് ചെല്ലുവീനെന്നോ മറ്റേതെങ്കിലും അപ്പോസ്തലന്മാരുടെ പേരല്ല പറഞ്ഞതുമില്ലയോ? നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ. Even tonight, the gracious Lord is inviting. Are you sick? Are you suffering? Are you tormented with your past sins? Jesus says, come unto me. I will give you rest. രാത്രികാലവും നിങ്ങൾ കഠിനമായ വേദന, ഏറ്റവും വലിയ വേദന, അതികഷ്ടം, രോഗങ്ങൾ, കഠിനമായ പാപത്തിൽ ഉൾപ്പെട്ടവരായി ഏത് നിലയിൽ അസ്വസ്ഥമായി കഴിയുന്നവരായിരുന്നാലും കരുണാസമ്പന്നനായി ശ്രേഷ്ഠനായ ദൈവം, മഹാദൈവമായവനായ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് രാത്രി കരുണയോടെ
നിന്നെ വിളിക്കുന്നു, എന്റെ അടുക്കലേക്ക് വരുവീൻ. I belong to the Jacobite church and my favorite saint was Saint Georgius. ഞാൻ യാക്കോബായ പശ്ചാത്തലത്തിലുള്ള വ്യക്തിയായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധൻ ഗീവർഗീസ് ആയിരുന്നു. Oh, how many times I prayed to Saint Georgius. എത്രയോ സന്ദർഭങ്ങളിൽ ഗീവർഗീസ് പുണ്യവാനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. The big picture of Saint Georgius was in our house. ഗീവർഗീസ് പുണ്യവാനന്റെ ഒരു വലിയ ചിത്രം തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. I had epileptic fits. എനിക്ക് അതികഠിനമായ അപസ്മാര രോഗമുണ്ടായിരുന്നു. Our family disease was diabetes. എന്റെ Father കുടുംബ- had it, mother had it, my brother was born with it, I had it. ഞങ്ങളുടെ കുടുംബ രോഗം തന്നെയായിരുന്നു പ്രമേഹം. അതെന്റെ അപ്പനുണ്ടായിരുന്നു, അമ്മയ്ക്കുണ്ടായിരുന്നു, എന്റെ ജ്യേഷ്ഠൻ ജനിച്ചത് തന്നെ പ്രമേഹത്തിലായിരുന്നു. എനിക്കും ആ രോഗമുണ്ടായിരുന്നു. I prayed so much of prayers and gave so many offerings to so many saints, but there was no cure. ഞാൻ അനേക വിശുദ്ധന്മാരോട് പ്രാർത്ഥിച്ചു, അനേക വിശുദ്ധന്മാർക്ക് നേർച്ചകാഴ്ചകൾ അർപ്പിച്ചു, അവയൊന്നും ഫലിച്ചില്ല. By the way, all these saints must be safe in heaven. ഇടയ്ക്ക് പറയട്ടെ, ഈ വിശുദ്ധന്മാരെല്ലാം സ്വർഗത്തിൽ സുരക്ഷിതരായിരിക്കട്ടെ. And may the Lord bless them in heaven. അവരെ ദൈവം സ്വർഗത്തിൽ അധികം അനുഗ്രഹിക്കട്ടെ. One day I turned to Jesus. എന്നാൽ ഒരു ദിവസം ഞാൻ യേശുവിലേക്ക് തിരിഞ്ഞു. Afterwards, not even a single time I had epileptic fits. അതിനുശേഷം പിന്നെ ഒരൊറ്റ സന്ദർഭത്തിൽ പോലും എനിക്ക് ആ അപസ്മാര രോഗമുണ്ടായിട്ടില്ല. Asthma, diabetes and number of other sicknesses, the Lord healed. ആസ്മ, പ്രമേഹം തുടങ്ങി പല രോഗങ്ങളും എന്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഈ രോഗങ്ങൾക്കെല്ലാം യേശു സൗഖ്യം തന്നു. Since I came to Jesus, Jesus changed my whole life. ഞാൻ യേശുവിലേക്ക് വന്നത് മുതൽക്ക് യേശു എന്റെ ജീവിതത്തിൽ അടിമുടി വ്യതിയാനമുള്ളവാക്കി. Epileptic fits really made havoc in my life. എന്റെ ജീവിതത്തിൽ ഈ അപസ്മാരം എന്നത് ഒരു അപകട സന്ധി തന്നെ ഉണ്ടാക്കി. How many times I fell down bleeding, head bleeding on the road because of epileptic fits. അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ ഈ ചുഴലി രോഗം എന്നെ ചുഴറ്റി അടിച്ചിട്ട് ഞാൻ നടു റോഡിൽ വീണിട്ടുണ്ട്, തലയടിച്ചു വീണിട്ടുണ്ട്, ശരീരഭാഗങ്ങൾ മുറിഞ്ഞ അലപൊട്ടി ഒക്കെയും രക്തം പ്രവഹിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ഞാൻ കഷ്ടപ്പെട്ടവനാ. Maybe my brain was damaged. In the school I couldn't study. In the first standard I failed. Fourth standard I failed. I became one of the dullest and one of the saddest students in the school. അങ്ങനെയുള്ള വീഴ്ചകളാൽ എന്റെ തലച്ചോറുന്ന ക്ഷതമേറ്റതിനാലായിരിക്കാം സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളിൽ ഏറ്റവും അടയനായിരുന്നു ഞാൻ. 1ാം ക്ലാസ്സിൽ തന്നെ തോറ്റു, 4ാം ക്ലാസ്സിൽ പിന്നെയും തോറ്റു. ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഞാൻ എന്നെ പോലൊരു അടയൻ മറ്റാരും ഇല്ലായിരുന്നു. But since Jesus came into my life, He gave a new meaning to life. എന്നാൽ യേശു എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എന്റെ ജീവിതത്തിന് പുതിയൊരർത്ഥം തന്നു. Heaven came into my life. സ്വർഗം എന്റെ ജീവിതത്തിലേക്ക് വന്നു. Disappointment and discouragement all left forever. അധൈര്യങ്ങളും നിരാശകളുമൊക്കെയും എന്നിലേക്കുമായി എന്നെ വിട്ട് ഓടി മറഞ്ഞു. God turned the bitter into sweet for me. എന്റെ ജീവിതത്തിലെ കയ്പിനെ ദൈവം മധുരമാക്കി തന്നു. He turned hell into heaven for me. അവൻ എനിക്ക് നരകം സ്വർഗമാക്കി He തന്നു. turned my darkness into light. അവൻ എന്റെ ഇരുട്ടിലെ വെളിച്ചമാക്കി മാറ്റി. He made my sickness into health. അവൻ എന്റെ രോഗത്തെ ആരോഗ്യമാക്കി മാറ്റി. He turned my shame into glory. എന്റെ ജീവിതത്തെ അവൻ തേജസ്, He turned my shame into എന്റെ glory. ലജ്ജയെ അവൻ മഹത്വമായി മാനമാക്കി തേജസ്സാക്കി He മാറ്റി. turned my emptiness into fullness. എന്റെ ശൂന്യതയെ നിറവാക്കി മാറ്റി. He turned my filthiness into holiness. എന്റെ മാലിന്യങ്ങൾ അവൻ പരിശുദ്ധിയാക്കി വിശുദ്ധിയാക്കി മാറ്റി. He turned my mourning into dancing. അവൻ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു. He turned my confusion into peace. എന്റെ ജില്ലാ കുഴപ്പങ്ങളെ അവൻ സമാധാനപൂരിതമാക്കി. He turned my hatred into love. എന്റെ പകയെ സ്നേഹമാക്കി മാറ്റി. Oh, He turned my sadness into gladness. അതേ എന്റെ ദുഃഖം അവൻ സന്തോഷമാക്കി മാറ്റി. Oh, before I finish, let me speak at least few words about heaven. ഈ ദൂത അവസാനിപ്പിക്കും മുമ്പ് സ്വർഗത്തെ കുറിച്ചുകൂടെ ചില വാക്കുകൾ ഞാൻ പറയട്ടെ. I will be very sad if I only speak about hell and finish the message. നരകത്തെ കുറിച്ച് മാത്രം പറഞ്ഞ എന്റെ ദൂത അവസാനിപ്പിച്ചാൽ
അതെനിക്ക് വലിയ ദുഃഖമായിരിക്കും. I tell you, beloved ones, when Jesus comes into your heart, straight away heaven comes. You don't need to go to die to go to heaven. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നാൽ സ്വർഗം തന്നെ നേരിട്ട് ഇറങ്ങി വരികയാണ്. നിങ്ങൾ മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ കാത്തിരിക്കേണ്ടതില്ല. How do you know you are going to heaven for certain? നിങ്ങൾ ആ സ്വർഗത്തിൽ തന്നെ ആയിരിക്കുന്നു. നിങ്ങൾക്ക് How do you know you will go to heaven? സ്വർഗത്തിലേക്ക് നിങ്ങൾ പോകുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? It's very simple. അത് വളരെ ലഘുവായ ഉത്തരം. Already heaven came into your heart. സ്വർഗം നേരത്തെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞു. Kingdom of heaven is not meat and drink, but righteousness, peace and joy of the Holy Spirit. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ലല്ലോ, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. I mentioned there are three types of suffering in hell. There are 3 types of blessings in heaven. നരകാഗ്നിയിൽ 3 തരം കഷ്ടപ്പാടുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതേവിധം തന്നെ സ്വർഗത്തിൽ 3 തരം ഉല്ലാസം ഉണ്ട്. First, thinking about the past. ഒന്നാമത് കഴിഞ്ഞ കാലങ്ങൾ ഓർത്തുള്ള ആനന്ദം. How God saved we sinners. When we think about how graciously the Lord forgave our sins. ദൈവം എത്ര കരുണയോടെ എന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നുവെന്ന് ഓർക്കുമ്പോൾ, how the Lord helped us to take water baptism. ജലസ്നാനം സ്വീകരിപ്പാൻ എങ്ങനെ ദൈവം എന്നെ സഹായിച്ചു എന്ന് ഓർക്കുമ്പോൾ, how the Lord graciously filled with the Holy Spirit. ദൈവത്തിന്റെ കൃപയാൽ എന്നെ എവിടം പരിശുദ്ധാത്മാവിനാൽ നിറച്ചുവെന്ന് ഓർക്കുമ്പോൾ, how the Lord brought to the fellowship of the saints. വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലേക്ക് ദൈവം എന്നെ എങ്ങനെ കൊണ്ടുവന്നുവെന്ന് how the ഓർക്കുമ്പോൾ, Lord preserved in the past in our trials and troubles. കഴിഞ്ഞകാല ജീവിതങ്ങളിലെ പ്രശ്നങ്ങൾ, പരിശോധനകൾ, പ്രതിസന്ധികളുടെ നടുവിൽ എങ്ങനെ ദൈവം എന്നെ കാത്തു പരിപാലിച്ചു എന്ന് ഓർക്കുമ്പോൾ, how God had healed us and had shown mercy to us. ദൈവം എന്നെ എങ്ങനെയെല്ലാം സൗഖ്യമാക്കി എവിടമെല്ലാം എന്നോട് ദയ കാണിച്ചു എന്ന് ഓർക്കുമ്പോൾ, when we think about our past, we will thank God with a grateful heart. നമ്മുടെ കഴിഞ്ഞകാലത്ത് ഇങ്ങനെ ഓർക്കുള്ളോരും നന്ദിയാൽ നമ്മുടെ ഹൃദയം നിറയപ്പെട്ടുകൊണ്ടേയിരിക്കാം. And second is the present blessing in heaven. രണ്ടാമത് സ്വർഗത്തിൽ അപ്പോൾ നാം അനുഭവിക്കുന്ന അനുഗ്രഹത്താൽ, like in hell every part of the body is tormented, in heaven every part of the body is blessed, comforted. നരകത്തിൽ ശരീരത്തിന്റെ സകല അവയവങ്ങളും ഒന്നുപോലെ ദണ്ഡിപ്പിക്കപ്പെടുന്നത് പോലെ സ്വർഗത്തിൽ സകല ശരീരാവയവങ്ങളും ഒന്നുപോലെ ആനന്ദാതിരേകത്താലായിരിക്കും. When you see with your eyes the King in glory, the beautiful Jesus, fairer than 10,000s, bright and morning star, oh, your eyes will be delighted. മഹത്വത്തിന്റെ രാജാവായി, ഉദയനക്ഷത്രേക്കാൾ ശോഭയേറിയവനായി, വെണ്മയും ചുവപ്പുമുള്ളവനായി, 10,000 അതിശ്രേഷ്ഠനായ യേശുവിനെ കാണുന്നോറും നിന്റെ കണ്ണുകൾക്ക് അധികം ആനന്ദമുള്ളതായിക്കൊണ്ടിരിക്കും. When you see the holy angels and the roses never fade and the tree of life, oh, and the beautiful heaven, your eyes will be delighted. മനോഹരമായ സ്വർഗം, അവിടുത്തെ മനോഹരമായ ദൂതന്മാർ, ജീവവൃക്ഷത്തിന്റെ ഒരിക്കലും വാടാത്ത ഇലകൾ, റോസാ പുഷ്പങ്ങൾ, ഇവയൊക്കെയും കാണുന്നതോറും നിന്റെ കണ്ണുകൾ അധികം ആനന്ദിക്കും. Your tongue will be delighted with the delicious fruit of the tree of life. ജീവവൃക്ഷത്തിന്റെ മാധുര്യമേറിയ രുചിയേറിയ ഫലത്താൽ നിന്റെ നാവ് അധികം സന്തോഷിച്ചുകൊണ്ടേയിരിക്കും. Your tongue will be delighted in praising and worshiping and singing unto the Lord. ദൈവത്തെ സ്തുതിച്ച പാടി മഹത്വപ്പെടുത്തുന്നതിൽ നിന്റെ നാവ് എല്ലായ്പ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കും. And your ears will be hearing the melodious music in heaven. സ്വർഗത്തിലെ അതിമാധുര്യമേറിയ സംഗീതം ഇടവിടാതെ നിന്റെ കാതുകൾ കേട്ടുകൊണ്ടേയിരിക്കും. Your ears will be blessed to hear the gracious words flowing from the mouth of Jesus. യേശുവിന്റെ വായിൽ നിന്നൊഴുകുന്നതായ കൃപയേറിയ വാക്കുകൾ, ലാവണ്യ വാക്കുകൾ നിരന്തരം കേട്ട നിന്റെ കാതുകൾക്ക് ഒരു പുളകിടാനുഭവം തന്നെ ഉണ്ടാകും. Oh, your nostrils will be enjoying the fragrance of that beautiful heaven. സ്വർഗത്തിന്റെ മനോഹാരിതയിൽ ഉയരുന്ന സൗരഭ്യം നുകർന്ന നിന്റെ മൂക്ക് സർവദാ ആനന്ദിച്ചുകൊണ്ടിരിക്കും. Head to foot, every part of our being will be delighted and comforted. ഉച്ചി മുതലുള്ള കാൽ വരെ നമ്മുടെ ശരീരാവയവങ്ങൾ ഓരോന്നും ദൈവസന്നിധിയിൽ അധികം
പ്രമോദിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ടേയിരിക്കും. Another blessing is thinking about the future in heaven. അടുത്തൊരനുഗ്രഹം എന്നത് സ്വർഗത്തിൽ ഇനി അനുഭവിപ്പാൻ പോകുന്ന ഭാവിയെ ഓർത്താണ്. All these blessings are going to abound and increase as the days go by. ഈ അനുഗ്രഹങ്ങളെല്ലാം ദിവസങ്ങൾ കഴിയുന്നതോറും വർദ്ധിച്ച പെരുകിക്കൊണ്ടേയിരിക്കും. Growing in the grace of God, in the wisdom of God, in the knowledge of God. ദൈവപരിജ്ഞാനത്തിലും ദൈവിക ജ്ഞാനത്തിലും ദൈവകൃപയിലും നാൾതോറും വളർന്നുകൊണ്ടേയിരിക്കും. Oh, that place, there will be no death, no suffering, no pain, no sickness, no Satan. ആ സ്ഥലത്തോ രോഗമില്ല, ശാപമില്ല, മരണമില്ല, ദുഃഖമില്ല, പിശാചുക്കളില്ല, യാതൊരു ശാപങ്ങളുമില്ല. There is no pain. അവിടെ വേദനയൊട്ടുമില്ല. There is no tempter devil there. അവിടെ നിന്നെ പരീക്ഷിപ്പാൻ സാത്താനുമില്ല. In that beautiful mansion, and that mansion will never grow old. Every time it will be renewed. ആ മനോഹരമായ വാസസ്ഥലം നിത്യ യുവത്വമുള്ളതായിരിക്കും. അതൊരിക്കലും പഴഞ്ചനായി മാറുന്നതല്ല. 10,000 ways God's blessings are going to be there for all eternity. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്നത് 10,000 മാർഗങ്ങളിലൂടെ നിത്യതയിലൂടെ നീളം ഇന്നമേൽ വർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. The very presence of Jesus will make heaven real heaven. യേശുവിന്റെ സാന്നിധ്യം മാത്രം മതി ആ സ്വർഗം യഥാർത്ഥ സ്വർഗമായി തീരുവാൻ. Beloved ones, eye has not seen nor ear heard, nor entered into the heart of man the things that God has prepared in heaven for eternity for us. പ്രിയമുള്ളവരെ, നിത്യതയിൽ ദൈവം സ്വർഗത്തിൽ നമുക്കായി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. As I close my words now, ഇപ്പോൾ ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നതോടൊപ്പം, if you have gone away from Jesus, in hell it will be too late. Come to Jesus tonight. നിങ്ങൾ യേശുവിൽ നിന്ന് അകന്നു പോയിട്ട് ആ നരകാഗ്നിയിൽ ചെന്ന് വീഴുവാൻ വളരെ വൈകി പോകുന്നതിന് പകരം ഇന്ന് യേശുവിങ്കലേക്ക് മടങ്ങി വരികയും. If your life is a closed book, open it now tonight so that the Lord can have mercy on you. നിന്റെ ജീവിതം ഒരടഞ്ഞ പുസ്തകമായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി തുറക്കുകയും യേശു നിന്നോട് കരുണ കാണിക്കട്ടെ. If you are born again, if you are not taken water baptism, tomorrow there will be water baptism. Now, tonight make a decision to take water baptism. ഈ പുതുതായി ജനിച്ചിട്ടില്ലെങ്കിൽ, സ്നാനമെടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തീരുമാനിക്കോ. നാളെ രാവിലെ സ്നാന ശുശ്രൂഷയുള്ള നിനക്ക് ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ നല്ലൊരു സന്ദർഭമാണിത്. Tonight before you go from here, you must have a blessed assurance. Jesus is mine, heaven is mine. ഇന്ന് രാത്രി ഇവിടെ വിട്ടു പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹീതമായ ഒരു ഉറപ്പോടെ ധൈര്യത്തോടെ നിനക്ക് പോകുവാൻ കഴിയും. ഇനി മുതൽക്ക് യേശു എന്റെ സ്വന്തം, സ്വർഗം എന്റെ സ്വന്തം. Let heaven come into your heart. സ്വർഗത്തിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. You don't need to stand on the white throne judgment if you judge today. ഇല്ല, നീ നിന്നെ വിധിക്കുകയാണെങ്കിൽ ഇനിമേൽ നീ വെള്ളസിംഹാസനായി മുമ്പിൽ നിൽക്കേണ്ടി വരില്ല. On the other hand, saints are going to judge even angels, holy angels. മറുവശം പറഞ്ഞാൽ വിശുദ്ധന്മാർ സ്വർഗത്തെ അഥവാ വിശുദ്ധ ദൂതന്മാരെ പോലും വിധിപ്പാൻ പോകണം. Don't reject the mercies of God. ദൈവത്തിന്റെ ദയയെ നീ അവർക്ക് അഗണ്യമായി വിചാരിക്കല്ലേ. I came to this fellowship because Jesus brought me here. യേശു എന്നെ ഇവിടെ കൊണ്ടുവന്നതിനാൽ മാത്രമാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നത്. God will guide you to which fellowship you have to go. ദൈവം നിന്നെ നയിക്കുന്നതിനൊത്തവണ്ണം ഏത് പാതയിൽ ഏത് കൂട്ടായ്മയിൽ നീ പോകണമെന്ന് ദൈവം നിന്നെ നടത്തും. One thing I assure you from the word of God, those who serve God for salary, tomorrow they may serve devil for better salary. ഒരു കാര്യം ദൈവവചനത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ശമ്പളത്തിനായി ദൈവത്തിന്റെ വേല ചെയ്യുന്നവർ നാളെ പിശാചിനെ നിശ്ചയമായി സേവിക്കും. ഇതിനേക്കാൾ ഉയർന്ന ഒരു ശമ്പളം അവർക്ക് കിട്ടിയാൽ. That may God guide you, help you, and may God show you where you should go and worship. ആകയാൽ നീ എവിടെ പോകണം, എവിടെ ദൈവത്തെ ആരാധിക്കണം, ഏത് കൂട്ടായ്മയിൽ ചേരണമെന്നത് ദൈവം നിനക്ക് കാണിച്ചു തരുമാറാകട്ടെ. Tonight open your heart to Him. രാത്രിയിൽ നീ യേശുവിനായി നിന്റെ ഹൃദയം തുറക്കാം. Abraham told
The rich man, remember. അബ്രഹാം പ്രവാനോട് പറഞ്ഞു, ഓർക്കാം. Yes, he had lot of time to remember. Still he may be remembering. അതെ, അവൻ ഓർക്കേണ്ടതിന് അനേകം സന്ദർഭങ്ങൾ ലഭിച്ചു. ഇപ്പോഴും അവൻ ഓർത്തുകൊണ്ടേയിരിക്കുക. How many times I rejected the mercies of God, the forgiveness of God. ദൈവത്തിന്റെ ദയയും ദൈവനോട് കാണിക്കുന്ന ക്ഷമയും എത്ര സന്ദർഭങ്ങളിൽ ഞാൻ തള്ളിക്കളഞ്ഞു. Saint Abraham or no saint, even Saint Peter cannot answer your prayer. നിന്റെ പ്രാർത്ഥനയ്ക്ക് വിശുദ്ധനായ അബ്രഹാമിനോ വിശുദ്ധനായ പത്രോസിനോ ആർക്കും മറുപടി തരുവാൻ കഴിയില്ല. Saint Abraham, Saint Peter, all are dead. Jesus is alive. അബ്രഹാം വിശുദ്ധനും വിശുദ്ധനായ പത്രോസും അവരെല്ലാവരും മരിച്ചു. എന്നാൽ യേശു ഇന്നും ജീവിക്കുന്നു. Please open your heart to him. ഇന്ന് രാത്രി നിന്റെ ഹൃദയം അവനായി തുറക്കാം. Repent for sins, till heaven comes into your heart. അതേ, നിന്റെ പാപങ്ങൾ ഓർത്ത് നീ മാനസാന്തരപ്പെടുക. സ്വർഗം ഇപ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. He can heal your cancer right now. ഇപ്പോൾ തന്നെ നിന്റെ ക്യാൻസറിനെ സൗഖ്യമാക്കുവാൻ അവന് കഴിയും. Your heart problem, your BP, blood pressure, no matter whatever sickness it could be. നിന്റെ ഹൃദയത്തിന്റെ പ്രശ്നമോ രക്തസംബന്ധമോ ശരീരത്തിലെ രോഗങ്ങൾ ഏതുമാകട്ടെ, അതവരൊരു പ്രശ്നമേ അല്ല. Let Jesus come into your heart. യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. Let peace. When he comes, he brings peace into your heart. അവൻ നിന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നിന്റെ ഹൃദയത്തിൽ അവൻ സമാധാനം കൊണ്ടുവരും. Get the assurance that if now I close my eyes, I will be with Jesus in heaven. ഇല്ല, ഇപ്പോൾ എന്റെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടാൽ ഞാൻ അടുത്ത നിമിഷം യേശുവിനോടൊത്ത് സ്വർഗത്തിലായിരിക്കുമെന്നുള്ള ഉറപ്പോട് നിശ്ചയത്തോടെ ഇവിടെ വിട്ടുപോകുകയും. May God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.